നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കം. ഒരുക്കങ്ങൾ പൂർത്തിയായി. നാട്ടുകാരെ വിളിച്ചുണർത്താൻ ബദരിയ മുട്ടുംവിളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി. പ്രസിദ്ധമായ കാവലക്കാട് ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ജനുവരി 30 വെള്ളിയാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഉൾപ്പെടെ 20 ഗജവീരന്മാർ അണിനിരക്കും. വെടിക്കെട്ടിനായി കോടതി വഴി അനുമതി തേടിയതായും തടസ്സങ്ങൾ ഉണ്ടാകാത്ത പക്ഷം വർഷങ്ങൾക്ക് ശേഷം വെടിക്കെട്ട് യാഥാർത്ഥ്യമാകുമെന്നും ക്ഷേത്ര കമ്മിറ്റി. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചൂണ്ടൽ സെന്ററിലെ ട്രാഫിക് സിഗ്നലുകൾ വീണ്ടും മിഴി തുറന്നു. കഴിഞ്ഞ 6 മാസത്തിലേറെയായി പ്രവർത്തനരഹിതമായിരുന്ന ചൂണ്ടലിലെ ട്രാഫിക് സിഗ്നലുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും മിഴി തുറന്നത്. കനോലി കനാലിൽ കുളവാഴകൾ കെട്ടിക്കിടന്ന ചീഞ്ഞു നാറുന്നു. നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ സമർപ്പണം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മഞ്ഞുമൽ ബോയ്സിലെ കലാസംവിധാനത്തിന് അവാർഡ് ലഭിച്ച അജയൻ ചാലിശ്ശേരിക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. മലയാള സിനിമയിൽ 35 വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച കലാകാരന്മാർക്ക് പുരസ്കാരം നൽകി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, നടൻ മമ്മൂട്ടി, ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുട്ടി, ജൂറി ചെയർപേഴ്സൺ പ്രകാശ് രാജ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ, VK പ്രശാന്ത് MLA, മേയർ VV രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രിയദർശിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 30 ചാലിശ്ശേരി ഗ്രാമവും അജയൻ ചാലിശ്ശേരിക്ക് ആദരവ് നൽകിയിരുന്നു. പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ അജയൻ ചാലിശ്ശേരിയെ ക്ഷണിക്കുന്നു. സംവിധാന പാടവത്തിന് ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ജനുവരി 28, 29 തീയതികളിലായിട്ടാണ് ചന്ദനക്കുടം നേർച്ചയാഘോഷം. നാളെ രാവിലെ ചാവക്കാട് ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചോദിയുടെ ആദ്യ കാഴ്ച 9 മണിയോടെ പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നതോടെ കാഴ്ചകൾക്ക് ആരംഭമാകും. തുടർന്ന് 2 ദിവസങ്ങളിലായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 19ഓളം കാഴ്ചകൾ വിവിധ സമയങ്ങളിലായി എത്തിച്ചേരും. ആഘോഷത്തിൻ്റെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് താബൂത്ത് കാഴ്ച 11 മണിക്ക് പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കൊടികയറ്റ കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്ന് കൊടിയുയർത്തും. വൈകിട്ട് നാട്ടുകാഴ്ചയുമുണ്ടാകും. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കാഴ്ചകൾ പള്ളിയങ്കണത്തിലെത്തും. നാളെ ബ്ലാങ്ങാട് നിന്ന് വോൾഗ, ബ്ലാങ്ങാട് വൈലിയിൽ നിന്ന് ഓഫ് റോഡ്, ഐനിപ്പള്ളിയിൽ നിന്ന് പവർ ഫെസ്റ്റ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് ചങ്ക്സ് എന്നീ കാഴ്ചകളാണ് പള്ളിയിലെത്തുക. നേർച്ചയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് PK ഇസ്മായിൽ പറഞ്ഞു. നേർച്ചയുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് പള്ളിയിൽ മൗലൂദ് പാരായണം നടന്നു. ഖത്തീബ് കമറുദ്ദീൻ ബാദുഷ തങ്ങൾ, മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ, സെക്രട്ടറി KV ഷാനവാസ്, ട്രഷറർ PV സഹാഖ്, A. ഹൈദ്രോസ്, സക്കീർ ഹുസൈൻ, നിഷാദ്, VB അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർച്ചയ്ക്കാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസ്, ആരോഗ്യ വിഭാഗം, നഗരസഭ തുടങ്ങി എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. പള്ളിയും പരിസരങ്ങളും നേർച്ചയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. മണത്തല നേർച്ചയുടെ ഷഹീദ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ 238ാമത് ചരമവാർഷികമാണ് ഈ 28-ാം തീയതി നടക്കുന്നത്. എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ നടക്കുമെന്നാണ് പ്രത്യാശയോട്. ധീരനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ സ്മരണ പുതുക്കി നടത്തുന്ന മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വിളംബരം അറിയിച്ച് തുടർച്ചയായ 58ാം വർഷവും പാലക്കാട് കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ ബദരിയ മുട്ടുംവിളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി. നേർച്ചയുടെ പ്രധാന ആഘോഷ ദിനമായ 29 വരെ നാട്ടുകാരെ വിളിച്ചുണർത്തുവാൻ ഉസ്താദും സംഘവും മുട്ടുംവിളിയുമായി രംഗത്തുണ്ടാകും.
16-ാം വയസ്സിൽ തുടങ്ങിയ ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുംവിളി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദറിലെയും ഉഹദിലെയും പോരാളികളെ പ്രകീർത്തിക്കുന്നതുൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഈണങ്ങളുമായാണ് ഉസ്താദും സംഘവും നാടും നഗരവും ചുറ്റുന്നത്. ഇശലുകൾ ഷഹനായിയുടെ നാദമായി ചാവക്കാടിന്റെ മുക്കിലും മൂലയിലും മുഴങ്ങി. മേഖലയിലെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ വീടുകളിലും സംഘം മുട്ടുംവിളിയുമായി എത്തിത്തുടങ്ങി. ഓരോ വീട്ടുകാരും സംഘത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ് വീട്ടുകാർ തങ്ങളുടെ സംഘത്തിന് സൽക്കാരം നൽകുന്നതെന്ന് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയിലെ നിറസാന്നിധ്യമാണ് മുട്ടുംവിളി. പ്രസിദ്ധമായ കാവലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരം ജനുവരി 30 വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, നടക്കൽ പറ എന്നിവയുണ്ടാകും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം ഉൾപ്പെടെ പ്രാദേശിക പൂരങ്ങൾ എഴുന്നള്ളിക്കും. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5-ന് ദേശപൂരങ്ങളുടെ ക്ഷേത്രപ്രദക്ഷിണം ആരംഭിക്കും. 7:15-ന് പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിക്കും. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, പുതുപ്പള്ളി സാധു, തിരുവാണിക്കാവ് രാജഗോപാൽ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാമ്പാടി രാജൻ, അക്കിക്കാവ് കാർത്തികേയൻ തുടങ്ങി 20 കൊമ്പന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ ഭാഗമായി 70-ൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടാകും. രാത്രി 10-ന് പാറമേക്കാവ് അഭിഷേകിന്റെ പ്രമാണത്തിൽ നടപ്പുരമേളവും ഉണ്ടാകും. ആനപ്പൂരത്തിൽ 12 കമ്മിറ്റികളും വേല തെയ്യം ആഘോഷങ്ങളിൽ 4 കമ്മിറ്റികളും പങ്കെടുക്കും. കാവലക്കാട് പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും വെടിക്കെട്ടിനായി കോടതി വഴി അനുമതി തേടിയിട്ടുണ്ടെന്നും തടസ്സങ്ങൾ ഉണ്ടാകാത്ത പക്ഷം വർഷങ്ങൾക്ക് ശേഷം വെടിക്കെട്ട് യാഥാർത്ഥ്യമാകുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KR അനൂപ്, CM അനിൽകുമാർ, CP മനോഹരൻ, CU ഷനിൽ, TC സജീവ്, ജിഷ്ണു പ്രസാദ് എന്നിവർ അറിയിച്ചു. ചൂണ്ടൽ വെട്ടുകാട് തെരുവുനായ ആക്രമണം, 2 കുട്ടികൾക്ക് പരിക്കേറ്റു. രായമരക്കാർ വീട്ടിൽ ഹംസയുടെ മക്കളായ ഫായിസ, ഫാത്തിമ, അസീം എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 7:45-ഓടെയാണ് സംഭവം. സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന കുട്ടികളെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ 2 പേരെയും കേച്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുളങ്ങുത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊട്ടാരക്കര മേലില ഷെഫീഖ് മൻസിലിൽ സതീഷ് എന്ന റഫീഖുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിയൂരിൽ 7 കടകളിലും കോട്ടപ്പടിയിൽ 3 വീടുകളിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മോഷണം നടന്നത്. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണക്കേസുകളിലെ പ്രതിയാണ് സതീഷ്. ജയിലിൽ കഴിയുന്നതിനിടെ പരിചയത്തിലായ ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പൊന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാൾ മോഷണം നടത്തിയത്. ഇവർ ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി സതീഷിനെ വിവരമറിയിക്കും. സതീഷെത്തി മോഷണം നടത്തി ഒരു പങ്ക് ഇവർക്ക് നൽകുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. മോഷണശേഷം ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയും പരിസരത്തെ CCTVയുടെ DVR കണ്ടെടുത്ത് നശിപ്പിക്കുന്നതും ഇയാളുടെ പതിവാണ്. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ നിന്നുള്ള DVRകൾ തൊഴിയൂർ ഇഹ്യാവുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ കിണറിലാണ് ഇയാൾ ഉപേക്ഷിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് കിണറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സ്കൂബ ടീമിന്റെ സഹായത്തോടെ പോലീസ് നാളെ വീണ്ടും പരിശോധന നടത്തും. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. എളവള്ളി കടവല്ലൂർ കല്ലിങ്ങൽ സജിക്കാണ് പരിക്കേറ്റത്. ബ്രഹ്മകുളം പാലാബസാറിൽ രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചൂണ്ടൽ സെന്ററിലെ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. കഴിഞ്ഞ 6 മാസത്തിലേറെയായി പ്രവർത്തനരഹിതമായിരുന്ന ചൂണ്ടലിലെ ട്രാഫിക് സിഗ്നലുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും മിഴി തുറന്നത്. ചൂണ്ടലിൽ നിന്ന് തൃശൂർ കുന്നംകുളം ഭാഗത്തേക്കും ഗുരുവായൂരിലേക്കും നിരവധി വാഹനങ്ങളാണ് ദിനം പ്രതി കടന്നു പോകുന്നത്. സിഗ്നൽ പ്രവർത്തനരഹിതമായതോടെ ഡ്രൈവർമാർക്കുണ്ടായ ആശയക്കുഴപ്പം നിരവധി അപകടങ്ങൾക്കിടയാക്കിയിരുന്നു. കൂടാതെ തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനഗതാഗതത്തിന് വലിയ പ്രയാസം നേരിടേണ്ടതായും വന്നിരുന്നു. എന്നാൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം തകരാറു പരിഹരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് സിഗ്നൽ സ്ഥാപിച്ച കെൽട്രോൺ കമ്പനി തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ് തൃശൂർ കുന്നംകുളം റോഡ്. ശബരിമല സീസണിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും
ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ഈ വഴി കടന്നുപോകുന്ന സാഹചര്യമാണുള്ളത്. ഈ സമയത്തും ട്രാഫിക് സിഗ്നൽ സംവിധാനം തകരാറ് പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പോ മറ്റ് ബന്ധപ്പെട്ടവരോ തയ്യാറായിരുന്നില്ല. പ്രദേശത്തെ വ്യാപാരികളും ചൂണ്ടൽ നിവാസികളും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും തകരാറ് പരിഹരിക്കാൻ മുന്നോട്ടു വരാത്ത അധികാരികൾ ഒടുവിൽ സിഗ്നലുകൾ പ്രവർത്തനക്ഷമമാക്കുകയായിരുന്നു. എന്നാൽ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തന സജ്ജമായെങ്കിലും ഇരുചക്രവാഹനങ്ങളും അപൂർവം മറ്റു ചില വാഹനങ്ങളും നിയമലംഘനം നടത്തുന്നത് തുടർന്നു വരികയാണ്. ലിമിറ്റഡ് സ്റ്റോപ്പുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ്സുകളും സിഗ്നൽ ലൈറ്റുകളെ അവഗണിക്കുന്നത് തുടർക്കഥയാണ്. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ മാത്രമേ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതിന്റെ ഗുണം വാഹനയാത്രികർക്ക് ലഭിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം ചൂണ്ടൽ സെന്ററിലെ സിഗ്നൽ ഇനിയും മിഴിയടയ്ക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. ഗുരുവായൂർ നഗരസഭ 6-ാം വാർഡിലെ മന്നിക്കര കുട്ടികളുടെ പാർക്ക് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ച് 403 മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നിർമ്മിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, വാർഡ് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ, ശ്രീധരൻ എടമിനി, രഘുനാഥ് എരഞ്ഞിയിൽ, പുഷ്പാകരൻ കൊറ്റായിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വായനക്കാരുടെ കൂട്ടായ്മയായ സമകാലികം ചർച്ചാവേദിയുടെ 75ാമത് പുസ്തക ചർച്ച നടന്നു. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ പുതിയ പുസ്തകമായ കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടുനോവലിനെ അധികരിച്ചാണ് ചർച്ച സംഘടിപ്പിച്ചത്. പോർക്കളേങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണൂർ ശ്രീമുരുകൻ ക്ലബ്ബ് പരിസരത്ത് നടന്ന പുസ്തക ചർച്ചയിൽ MV പ്രശാന്തൻ മാസ്റ്റർ മോഡറേറ്ററായി. നന്ദൻ മേഘാട്ട് പുസ്തകാവതരണം നടത്തി. കുന്നംകുളം പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ മുഖ്യാതിഥിയായി. പുസ്തകരചയിതാവ് BK ഹരിനാരായണൻ, വായനശാല സെക്രട്ടറി VG അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. PJ ആന്റണി പുരസ്കാരം നേടിയ സുനിൽ ചൂണ്ടൽ, കണ്ണൻ, DC ബുക്സ് നോവൽ മത്സരത്തിൽ വിജയിയായ ചെമ്മണ്ണൂർ സ്വദേശി ധനേഷ് ആനന്ദൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 75ാമത് പുസ്തക ചർച്ചയുടെ ഭാഗമായി സമകാലിക വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രൊഫസർ MM നാരായണൻ വിഷയാവതരണം നടത്തി. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ദബാരിക്കുരുവി, VK സനോജ് സംവിധാനം ചെയ്ത അരിക് എന്നീ സിനിമകളുടെ പ്രദർശനവും ഉണ്ടായി. കടവല്ലൂർ ഭീമ ഏകാദശി വിളക്കിന്റെ 6-ാം ദിവസം നടന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രസന്നിധിയിൽ കടവല്ലൂർ വൃന്ദാവനം, ഗുരുവായൂർ കൃഷ്ണാമൃതം, പെരിങ്ങോട് ശ്രീഭദ്ര എന്നീ സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും കടവല്ലൂർ നടരാജ കലാക്ഷേത്രത്തിലെ അംഗങ്ങളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ജാതിമത ഭേദമന്യേ നിരവധി കലാസ്വാദകരാണ് കലാപരിപാടികൾ ആസ്വദിക്കാൻ എത്തിയത്. തിരുവാതിരക്കളി അവതരിപ്പിച്ച സംഘങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി P. രാജു, ആർട്ടിസ്റ്റ് മോഹനൻ എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഇന്നു മുതൽ ഏകാദശിയുടെ ഭാഗമായുള്ള സംഗീതോത്സവം ആരംഭിച്ചു. വ്യാഴാഴ്ചയാണ് ഭീമ ഏകാദശി. വെള്ളിയാഴ്ച വൈകിട്ട് ദ്വാദശി വേലവരവോടെ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകും. കുന്നംകുളം ഭദ്രാസന സൺഡേ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജോൺ ഉറുമ്പിൽ കോറപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ വളർച്ചയ്ക്കും മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കാനുമായി സൺഡേ സ്കൂൾ പ്രസ്ഥാനം നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫാദർ സ്റ്റീഫൻ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോസഫ് ചെറുവത്തൂർ മുഖ്യ സന്ദേശം നൽകി. കുട്ടികളുടെയും അധ്യാപകരുടെയും വ്യക്തിത്വ വികാസവും ആത്മീയ ഉണർവും ലക്ഷ്യമിട്ട് മേജർ KP ജോസഫ് നേതൃത്വം നൽകിയ ടീം പ്രത്യേക ക്ലാസുകൾ നയിച്ചു. സംഗമത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി ബെസി ബേബി, ജോവേന ഡേവിഡ്, റബേക്ക തോമസ്, PC സണ്ണി, അല്ലി തമ്പി എന്നിവർ അവലോകനങ്ങൾ നടത്തി. ചടങ്ങിൽ ഡോക്ടർ KC ലോഫ്സൺ സ്വാഗതവും സ്റ്റീഫൻ പുലിക്കോട്ടിൽ നന്ദിയും പറഞ്ഞു. ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശങ്ങളും സംഗമത്തിൽ ചർച്ചയായി. പാർക്കാടി പൂരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നഗരം ക്ലീനായി. സ്വച്ഛ് സർവേക്ഷണ മാതൃകയായി കുന്നംകുളം നഗരസഭ. 10,000-കണക്കിന് ഭക്തർ പങ്കെടുത്ത പ്രശസ്തമായ പാർക്കാടി പൂരം സമാപിച്ചതിന് പിന്നാലെ ഉത്സവപ്പറമ്പും പരിസരവും വെറും 2 മണിക്കൂറിനുള്ളിൽ കുന്നംകുളം നഗരസഭ ശുചീകരിച്ചു. സ്വച്ഛ് സർവേക്ഷൻ 2025ന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ് ക്ലീനിംഗ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ എത്രയും പെട്ടെന്ന് ഏറ്റവും വൃത്തിയായി ആ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഉത്സവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്.
നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടി കൂടകളും അതോടൊപ്പം തന്നെ ബാത്റൂം സൗകര്യം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവങ്ങൾ ജനകീയ ആഘോഷങ്ങളാകുമ്പോൾ തന്നെ അവ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകാത്ത രീതിയിൽ ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നഗരസഭ നൽകുന്നതെന്ന് അവർ പറഞ്ഞു. ഹരിതകർമ്മസേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ഏകോപിതമായാണ് ശുചീകരണത്തിൽ പങ്കെടുത്തത്. പാർക്കാടി ക്ഷേത്ര പരിസരത്തും സമീപ പ്രദേശങ്ങളിലും കുന്നുകൂടിയ ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ എന്നിവ കൃത്യമായി വേർതിരിച്ചാണ് ശേഖരിച്ചത്. ശേഖരിച്ച മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനുമായി നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിലേക്ക് മാറ്റി. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൗൺസിലർമാരായ ഷജീഷ് കെലപ്പൻ, വിദ്യ അഭിലാഷ്, ദിലീപ് പുളിക്കൽ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ മെട്രോളിങ്സ് ഫാമിലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. മത്സരത്തിൽ പങ്കെടുത്ത 3400 കുട്ടികളിൽ നിന്ന് വിജയികളായ 225 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. ചിത്രപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ട TV ചൈത്യകിനും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച അമൽ ഇംഗ്ലീഷ് സ്കൂളിനും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിനും പ്രത്യേകം സമ്മാനങ്ങൾ നൽകി. മെട്രോ ഹാളിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, ചിത്രകാരൻ ഡാവിൻജി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ജെയ്സൺ ഗുരുവായൂർ, ഗിരീഷ് സി ഗീവർ, ബാബു M വർഗീസ്, ജോബി വാഴപ്പള്ളി, അജിത രഘുനാഥ്, MR സുരേന്ദ്രൻ, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായ പറ പുറപ്പെട്ടു. ജനുവരി 29, 30, 31 തീയതികളിലായിട്ടാണ് പൂരാഘോഷം. CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങിലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയെടുപ്പ് നടക്കുക. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. 27-ന് ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയോടനുബന്ധിച്ച് നൃത്തങ്ങൾ അരങ്ങേറും. 28-ന് റോക്ക് ആൻഡ് രാഗ ഓർക്കസ്ട്രയുടെ ഗാനമേള നടക്കും. 29-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴേക്കാവ് വേല കൊട്ടിക്കയറും. രാത്രിയോടെ പടിഞ്ഞാറ്റുമുറി, കെട്ടുമുക്ക്, നോർത്തേൺ ക്രൂ, പുഷ്പാഞ്ജലി, ഉദയം, ന്യൂ റിഥം, പുതുമ തുടങ്ങിയ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. കാലത്ത് നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ന് ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷവും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികരാകും. പറയെടുപ്പിന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡയബറ്റിക് റെറ്റിനോപ്പതി ടെസ്റ്റ്, ന്യൂറോപ്പതി ടെസ്റ്റ് തുടങ്ങിയവ സൗജന്യമായി ചെയ്തു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ജിബിൻ, മെമ്പർമാരായ ബദുൽ സൈമൺ, ഷൈനി ഫ്രാൻസിസ്, Dr. P. ഉഷ, വേലൂർ പള്ളി ട്രസ്റ്റി ഡേവിസ്, വേലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. മേരാ യുവഭാരത് തൃശൂർ ജില്ലാ ഘടകത്തിന്റെയും മറ്റും യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ വോട്ടർ ദിനത്തിന്റെ ഭാഗമായി മാരത്തൺ ഓട്ടവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. യുവധാര ജംഗ്ഷനിൽ നിന്നും മറ്റം സെന്ററിലേക്കാണ് മാരത്തൺ ഓട്ടം സംഘടിപ്പിച്ചത്. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവൻ വാഗ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യുവധാര പ്രസിഡന്റ് ലിസ്റ്റൺ വർഗീസ് അധ്യക്ഷനായി. ദേശീയ വോട്ടർ ദിനം ബോധവൽക്കരണ ക്ലാസ്സിൽ വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും SIR ഫോമിലെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കൽ, പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കൽ, ലിസ്റ്റിലെ തെറ്റുകൾ തിരുത്തൽ, വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ മാതൃക എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. സൊസൈറ്റി സെക്രട്ടറി ഗബ്രിയൽ ബിനോയ്, യുവധാരയിലെ മുതിർന്ന അംഗം രവികുമാർ, മേരാ യുവഭാരത് തൃശൂർ ഡിവിഷൻ ജില്ലാ യൂത്ത് ഓഫീസർ C. ബിൻസി, മേരാ യുവഭാരത് സൊസൈറ്റി കൺവീനർ CV. അരുൺ, പുതിയ വോട്ടർമാരെ പ്രതിനിധീകരിച്ച് അമൽ വർഗീസ്, ഹരിത വിനീത് എന്നിവർ സംസാരിച്ചു.
സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിവരുന്ന അന്നദാന പദ്ധതി 4-ാം വർഷം പിന്നിട്ടതിന്റെ ഉദ്ഘാടനം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VA ദാമോദരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി. ചടങ്ങിൽ 56-ാം വയസ്സിൽ LLB ബിരുദം സ്വന്തമാക്കിയ അഡ്വക്കേറ്റ് ശാന്തി ഗോപിയെ ആദരിച്ചു. സേവാഭാരതി ജനറൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി വേല ഉത്സവത്തിന് ആയിരങ്ങളെത്തി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായിരുന്നു. പറചൊരിയൽ, പട്ടും താലിയും ചാർത്തൽ എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ്. ഉച്ചയ്ക്ക് വിവിധ കരകളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പ് ഉണ്ടായി. വർണ്ണക്കാവടികൾ, തെയ്യം, തിറ, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി. ദീപാരാധനയ്ക്ക് ശേഷം കോമരത്തിൻ വീട്ടിലെ മച്ചിൽ നിന്ന് പുറപ്പെട്ട പള്ളിവാൾ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കുളപ്രദക്ഷിണവും ഉണ്ടായി. ക്ഷേത്ര മേൽശാന്തി ശ്രീപതി എംബ്രാന്തരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. കുന്നംകുളം ചെറുളയം ബദനി കോൺവെന്റ് LP സ്കൂളിൽ നടത്തിയ കിഡ്സ് ഫെസ്റ്റ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ടോമിന അധ്യക്ഷയായി. ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ്, BCLP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്മി, സ്കൂൾ PTA പ്രസിഡന്റ് സൈനുദ്ദീൻ, വാർഡ് കൗൺസിലർ ഷീബ എന്നിവർ സംസാരിച്ചു. കുരുന്നുകളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. മമ്മിയൂർ സൗഹൃദ ക്ലബ്ബ് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും 25-ാം വാർഷികാഘോഷവും നടന്നു. ജനനം മുതൽ നമ്മൾ എപ്പോഴും മരിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മഴത്തുള്ളിയെ മുത്താക്കി മാറ്റുകയും ഈ ലോകത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ലോകത്തിലേക്ക് സമ്മാനമായി നൽകുകയും ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മയുള്ളത് വിജയിക്കും, ഉറപ്പാണ്. ഞാനതിലാണ് വിശ്വസിക്കുന്നത്. എന്തൊക്കെ എനിക്ക് പരാധീനം നൽകുന്നതും എൻ്റെ പകുതി മുഴുവൻ തളർന്നാലും ഈ ബാക്കി പകുതി കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് ഞാൻ തെളിയിക്കുന്നത്. ഗുരുവായൂർ MLA NK അക്ബർ സൗഹൃദ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. സൗഹൃദ പ്രസിഡന്റ് KC സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. എഴുത്തുകാരനും DYSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മിനി ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. അഭിഭാഷകനായി എൻറോൾ ചെയ്ത ക്ലബ് അംഗം അഭിജിത്ത് ശങ്കർ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദഫ്മുട്ടിൽ A ഗ്രേഡ് നേടിയ മുഹമ്മദ് ഫർഹാൻ വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു. ചാവക്കാട് നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P യതീന്ദ്രദാസ്, സൗഹൃദ രക്ഷാധികാരി VS ശിവശങ്കരൻ, സെക്രട്ടറി CC ലാസർ, ട്രഷറർ PV ജെയ്സൺ, വൈസ് പ്രസിഡന്റുമാരായ ബൈജു മമ്മിയൂർ, NK ജസ്റ്റിൻ, ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസി ചൊവ്വലൂർ എന്നിവർ സംസാരിച്ചു. സൗഹൃദ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും കലാപരിപാടികൾ, നൂപുരനാഥം ചൊവ്വലൂർ അവതരിപ്പിച്ച വീരനാട്യം, നൃത്തനൃത്യങ്ങൾ, ഗാനമേള തുടങ്ങിയ പരിപാടികളും നടന്നു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ തീപിടുത്തം. ഓഫീസ് മുറിയുടെ 3 ജനൽ കത്തി നശിച്ചു. മകരപ്പത്ത് മഹോത്സവം കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഓഫീസിന് സമീപത്തു നിന്നാണ് തീ ഉയർന്നത്. ക്ഷേത്രത്തിന് പുറത്തെ കുഴിയിൽ മാലിന്യം കത്തിച്ചിരുന്നു. ഇതിൽ നിന്ന് ക്ഷേത്രാങ്കണത്തിൽ ഉണക്കാണ്ടിട്ടിരുന്ന ചകിരിയിലേക്ക് തീ പടരുകയായിരുന്നു എന്നാണ് സൂചന. ഓഫീസ് മുറിയിലേക്ക് തീ പടരും മുൻപ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വെള്ളാട്ടഞ്ഞൂർ ഫാത്തിമമാത ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. കൂടുതുറക്കൽ ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ലളിതീഞ്ഞ്, നൊവേന, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. രാത്രി അമ്പ് സമാപനം, വിശുദ്ധ കുരിശിന്റെ ആശീർവാദം, വർണ്ണക്കാഴ്ച എന്നിവ നടന്നു. തിരുനാൾ ദിവസം ആഘോഷകരമായ പാട്ടുകുർബാനയ്ക്ക് പാവർട്ടി ഇടവക നവവൈദികൻ ഫാദർ എൽദോസ് ചിറമൽ മുഖ്യ കാർമ്മികനായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയ വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ തിരുനാൾ സന്ദേശം നൽകി. പെരിഞ്ചേരി ഇടവക നവവൈദികൻ ജോബിൽ ഐനിക്കൽ സഹകാർമ്മികനായി. സന്ധ്യയ്ക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മങ്ങാട് ഇടവക നവവൈദികൻ ഫാദർ ജിജോ തറയിൽ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നാടകം എന്നിവയും ഉണ്ടായി.
കനോലി കനാലിൽ കുളവാഴകൾ കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നു. നീരൊഴുക്ക് സുഗമമാകാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കനോലി കനാലിന്റെ പല ഭാഗങ്ങളിൽ തെങ്ങുകളും മുളകളും മറ്റും ഒടിഞ്ഞു വീണ് കിടക്കുന്നത് മൂലമാണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുള്ളത്. മത്സ്യബന്ധനത്തിന് വേണ്ടി കനോലി കനാലിന്റെ പല ഭാഗത്തും വലകൾ കെട്ടിക്കിടക്കുന്നത് മൂലവും നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും പുന്നയൂർ പുന്നേർക്കുളം പഞ്ചായത്ത് കനോലി കനാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ നടത്താറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം അതുണ്ടായില്ല. കുളവാഴകൾ നിലവിൽ മത്സ്യാവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയായാണ് നിൽക്കുന്നത്. കനാലിൽ നീരൊഴുക്കില്ലാത്തത് മൂലം കുളവാഴ ഇടതൂർന്നു കിടന്ന് സൂര്യപ്രകാശം ആവശ്യമായ അളവിൽ ലഭിക്കുന്നുമില്ല. വെള്ളത്തിനടിയിൽ നിന്ന് മുകൾ പരപ്പിലേക്ക് വരുന്ന മത്സ്യങ്ങൾ കുളവാഴയുടെ വേരുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. കനോലി കനാലിൽ കുളവാഴകൾ സാധാരണയായി ഒരു സമയത്തുണ്ടാകുമെങ്കിലും നീരൊഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ കെട്ടിക്കിടക്കുന്നത് മൂലം ചീഞ്ഞു ദുർഗന്ധം വമിച്ച് കനോലി കനാലിന് ഇരുവശവും താമസിക്കുന്ന വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതിനാൽ അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം ധർണയും നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KK ബാബു, CS സെബാസ്റ്റ്യൻ, AM അലാവുദ്ദീൻ, MV ഹൈദരലി, CM നൌഷാദ്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ 44ാമത് വാർഷിക കൺവെൻഷൻ റിവൈവൽ 2026 ജനുവരി 30, 31, ഫെബ്രുവരി 1 ദിവസങ്ങളിലായി നടക്കും. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള സുവാർത്ത നഗറിൽ നടക്കുന്ന കൺവെൻഷൻ UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ പാസ്റ്റർമാരായ എബി എബ്രഹാം, റെജി ചേക്കുളം, വർഗീസ് എബ്രഹാം, അജീഷ് മാത്യു എന്നിവർ സംസാരിക്കും. ശനിയാഴ്ച രാവിലെ 10:30 നടക്കുന്ന സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ സുജ അനീഷ് സന്ദേശം നൽകും. ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന സംയുക്ത സഭായോഗത്തിൽ പാസ്റ്റർ KO തോമസ് മുഖ്യ സന്ദേശം നൽകും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 15ാമത് മെഗാ ബൈബിൾ ക്വിസ് വിജയികൾക്കുള്ള സമ്മാന വിതരണം ഉണ്ടാകും. UPF കൊയർ അംഗങ്ങൾ ആലപിക്കും. വിവിധ സഭാ സംഘടനാ നേതാക്കൾ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും. UPF വൈസ് പ്രസിഡന്റ് പാസ്റ്റർ വിജോഷ് കുണ്ടുകുളം, ജനറൽ സെക്രട്ടറി ബ്രദർ ജോബിഷ് ചൊവ്വലൂർ, ട്രഷറർ ബ്രദർ PR ഡെന്നി, പബ്ലിസിറ്റി കൺവീനർ ബ്രദർ ഷിജു പനക്കൽ എന്നിവർ നേതൃത്വം നൽകും. കടവലൂർ പഞ്ചായത്തിലെ പരുവക്കുന്ന്, കരിക്കാട് ഈസ്റ്റ്, പൊറവൂർ, പെരുമ്പിലാവ് തുടങ്ങിയ വിവിധ വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെയും ജലനിധിയുടെയും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുകയും പരുവക്കുന്ന് വാർഡിൽ പുതുതായി നിർമ്മിച്ച റോഡുകൾ തകരുകയും ചെയ്യുന്നതായി നാട്ടുകാർ നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും സ്ഥലം സന്ദർശിക്കുക മാത്രം ചെയ്ത അധികാരികൾ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയാണെന്ന് കോൺഗ്രസ് പരുവക്കുന്ന് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM സലാഹുദ്ദീൻ വ്യക്തമാക്കി. പ്രശ്നമുടൻ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു. സ്ഥലങ്ങളിൽ പരുവക്കുന്ന് വാർഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പൊട്ടിപ്പോകുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് റോഡുകൾ മുഴുവൻ, പുതിയ ടാറിങ് ചെയ്ത റോഡുകളടക്കം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിക്ക് ഈ ഇതിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ പരുവക്കുന്ന് കോൺഗ്രസ് കമ്മിറ്റി സമരത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായി നൽകുകയാണ്. സംസ്ഥാന ദീപിക ബാലസഖ്യം ടാലന്റ് സെർച്ചിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം കഥാരചനയിൽ അലീന മേരി CR A ഗ്രേഡ് സ്വന്തമാക്കി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിലാണ് തൃശൂർ പ്രവിശ്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അലീന നേട്ടം സ്വന്തമാക്കിയത്. ചൊവ്വനൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിയായ അലീന തിരുവനന്തപുരത്ത് നടന്ന കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ മലയാളം കഥാരചനയിൽ A ഗ്രേഡ് സ്വന്തമാക്കിയിരുന്നു. വെള്ളിത്തിരുത്തി ചുങ്കത്ത് വീട്ടിൽ രാജു വർഗീസിന്റെയും തിരുവളഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ പ്രവിതയുടെയും മകളാണ് അലീന. ഭരണഘടനയുടെ അന്തസത്തയും ജനാധിപത്യ ബോധവും ദേശഭക്തിയും ഓർമ്മിപ്പിച്ചുകൊണ്ട് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. വിവിധങ്ങളിലായി നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് PC ജോർജ് ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി PA ഭാസ്കരൻ സന്ദേശം നൽകി. K ശിവദാസ്, കോമളം ശിവദാസ്, PA വിശ്വംഭരൻ, രമാ വിശ്വംഭരൻ, PA ശങ്കരൻ, KC വേലായുധൻ, പ്രകാശൻ പൂക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചാവക്കാട് ബ്ലോക്ക് റിപ്പബ്ലിക് ദിനാഘോഷവും കുടുംബസംഗമവും നടന്നു. തമ്പുരാൻപടി വിമുക്ത ഭടഭവനിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യമർപ്പിച്ചു. തുടർന്ന് ആൽക്കൽ നടയിലുള്ള NSS വെൽക്കം ഹാളിൽ കുടുംബസംഗമം ആഘോഷിച്ചു.
KSESL ചാവക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KA ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ റിട്ടയർഡ് ഡിവൈഎസ്പിയും ഗുരുവായൂർ കരുണ ഫൗണ്ടേഷൻ ചെയർമാനുമായ KB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ സെക്രട്ടറി ബേബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി PR കാർത്തികേയൻ സ്വാഗതം പറഞ്ഞു. 80 വയസ്സ് പൂർത്തിയായ മുതിർന്ന അംഗങ്ങളെയും വിവാഹത്തിന്റെ 50-ാം വർഷം പൂർത്തിയായ ദമ്പതികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ഇതോടൊപ്പം SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെയും യോഗയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ പ്രണവിനെയും ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനം നൽകി അനുമോദിച്ചു. പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി വായനശാലാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന സംഘം ഗ്രാമം ചുറ്റി നടത്തിയ അക്ഷരകരോൾ വേറിട്ട അനുഭവമായി. ചടങ്ങിൽ സൈനികരെ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് ശശി പൂവത്ത്, സെക്രട്ടറി ജോഷി ജോസഫ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുരഞ്ഞിയൂർ കുവത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് വൈസ് പ്രസിഡന്റ് ജലീൽ പതാക ഉയർത്തി. ഖത്തീബ് അബ്ദുസലാം അഹ്സനി പ്രാർത്ഥന നടത്തി. വിദ്യാർത്ഥികളും നാട്ടുകാരും മഹല്ല് ഭാരവാഹികളും പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മന്നലാങ്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാഹുൽ PA പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പരിപാടിയിൽ പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറി താഹിർ, മന്നലാങ്കുന്ന് യൂണിറ്റ് സെക്രട്ടറി അഷ്കർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KM ഹല്ലാജ്, KK അബൂബക്കർ, സമദ് മന്നലാങ്കുന്ന് എന്നിവർ പങ്കെടുത്തു. പുന്നയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ വാർഡ് മെമ്പർ ശോഭ പ്രേമൻ പതാക ഉയർത്തി. പ്രധാനാധ്യാപകൻ KL മനോഹിത് ആമുഖ പ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ A അബ്ദുൾ മജീദ് സന്ദേശം നൽകി. അധ്യാപകരായ ജയകൃഷ്ണൻ, ഷിബിൻ രാജ്, അജയ്, ശോഭാലക്ഷ്മി, വിമിത തുടങ്ങിയവരും PT അംഗങ്ങളും നേതൃത്വം നൽകി. മധുര വിതരണവുമുണ്ടായി. മന്നലാങ്കുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് PM നാസർ പതാക ഉയർത്തി. സെക്രട്ടറി റാഫി പള്ളത്ത് സ്വാഗതം പറഞ്ഞു. നിഷാദ് പില്ലാക്കൽ, അതുൽ കൃഷ്ണ, സായൂജ്, കാമിൽ, PK ഷാജി, മൊയ്തീൻ കുഞ്ഞി തേച്ചമ്പൊരിക്കൽ, റഫീഖ് പള്ളത്ത്, സക്കീർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. യുവസാരഥി കുഞ്ചേരിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഷീർ മെമ്മോറിയൽ 4ാമത് ഫുട്ബോൾ ടൂർണമെന്റിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രസിഡന്റ് MA ധർമ്മപാലന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായി ചെയർമാൻ RTA ഗഫൂർ, ജനറൽ കൺവീനർ AK അബ്ദുൽ ഖാദർ, വൈസ് ചെയർമാൻ KK ത്രിവിക്രമൻ, ജോയിന്റ് കൺവീനർ V ബക്കർ, ട്രഷറർ OK സലീം എന്നിവരെ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, KV ഷാനവാസ്, MS ശ്രീവത്സൻ, KR ആനന്ദൻ, NK സുരേന്ദ്രൻ തുടങ്ങിയവർ ചെയർമാൻമാരായി വിവിധ കമ്മിറ്റികൾക്ക് യോഗം രൂപം നൽകി. കൗൺസിലർ KH സലാം, RTA ഗഫൂർ, AK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 29-നാണ് ടൂർണമെന്റ് ആരംഭിക്കുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,845 രൂപ. സ്വർണം പവന് 1,18,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 370 രൂപ. ചരമം കുറുക്കൻപാറ മണിയന്ത്ര വീട്ടിൽ പരേതനായ കൃഷ്ണൻ മകൻ സുബ്രഹ്മണ്യ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച കാലത്ത് 9 മണിക്ക് കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. പരേതയായ മാധവി മാതാവും ഷീബ ഭാര്യയുമാണ്. കൃഷ്ണേന്ദു, മാധവകൃഷ്ണ എന്നിവർ മക്കളാണ്. കെംടെക് അക്വ ഉടമ സബ്ജിത്ത് ചോലയിലിന്റെ മാതാവ് വടുതല ഉള്ളിശ്ശേരി ചോലയിൽ വാസു ഭാര്യ സുമതി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുഷിത, സന്തോഷ് എന്നിവർ മറ്റു മക്കളാണ്. വേലൂർ അറങ്ങാശ്ശേരി ജോസ് മകൻ വിപിൻ നിര്യാതനായി. 30 വയസ്സായിരുന്നു. തളിർ ബഡ്സിലെ വിദ്യാർത്ഥിയാണ്. സംസ്കാരം വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. കേച്ചേരി പറപ്പൂക്കാവ് പറപ്പൂപ്പറമ്പിൽ മുകുന്ദൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ ഭാര്യയും രാജേഷ്, ജിതേഷ് എന്നിവർ മക്കളുമാണ്. കുനമുച്ചി കൊള്ളന്നൂർ പറഞ്ചുകുട്ടി തോമസ് നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ആൽബർട്ട്, സിജോൺ, സെൻസി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കം. ഒരുക്കങ്ങൾ പൂർത്തിയായി. നാട്ടുകാരെ വിളിച്ചുണർത്താൻ ബദരിയ മുട്ടുംവിളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി.
കാവലക്കാട് ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ജനുവരി 30 വെള്ളിയാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടെ രാമേന്ദ്രൻ ഉൾപ്പെടെ 20 ഗജവീരന്മാർ അണിനിരക്കും. വെടിക്കെട്ടിനായി കോടതി വഴി അനുമതി തേടിയതായും തടസ്സങ്ങൾ ഉണ്ടാകാത്ത പക്ഷം വർഷങ്ങൾക്ക് ശേഷം വെടിക്കെട്ട് യാഥാർത്ഥ്യമാകുമെന്നും ക്ഷേത്ര കമ്മിറ്റി. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചൂണ്ടൽ സെന്ററിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. കഴിഞ്ഞ 6 മാസത്തിലേറെയായി പ്രവർത്തനരഹിതമായിരുന്ന ചൂണ്ടലിലെ ട്രാഫിക് സിഗ്നലുകളാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മിഴി തുറന്നത്. കനോലി കനാലിൽ കുളവാഴകൾ കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നു. നീരൊഴുക്ക് സുഗമമാകാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.